സ്ട്രീറ്റ് ലൈഫ് അഥവാ തെരുവിലെ ജീവിതങ്ങളുടെ ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ അടുത്ത എഡിഷനിലെ മെയിൻ കണ്ടന്റ്. വലിയ ഫ്ളാറ്റ് കെട്ട് ജീവിക്കുന്നവരെക്കാൾ വളരെ സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാരാണ് തെരുവിലെ താമസക്കാർ. നിങ്ങളിൽ ആരെങ്കിലും സ്ട്രീറ്റ് ലൈഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം. അനു? യെസ് മാം. ഗ്രേറ്റ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്. ഓ, സ്ട്രീറ്റ് ലൈഫ് ഇൻ കൊച്ചി. നമ്മുടെ കഴിഞ്ഞ എഡിഷൻ ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചായിരുന്നു. ആ ടോപ്പിക്കിന് നമുക്ക് നല്ല കവറേജ് കിട്ടിയിരുന്നു. ഇതിനതിലും കൂടുതൽ കവറേജ് കിട്ടണം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഫോട്ടോയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിരിക്കും വരുന്ന എഡിഷന്റെ കവർ പേജ്. സോ ഗൈസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. പുതിയതായി ജോയിൻ ചെയ്ത ഒരാൾക്ക് ഇത്രയും ടഫായിട്ടുള്ളൊരു അസൈൻമെന്റ് കൊടുക്കുക കഷ്ടമായിപ്പോയി. അതെന്താ? ബിക്കോസ് ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇപ്പൊ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. എങ്ങനെയാ സ്കിപ്പ് ആവുക? സ്കിപ്പ് ആവൊന്നും വേണ്ട. സ്കിപ്പ് ആവാനല്ലോ നീ ജോബിൽ ജോയിൻ ചെയ്തത്. ട്രൈ ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ ആ പ്രസന്റേഷനിൽ കൊണ്ട് കൊടുക്കാം. ചുമ്മാ ഒന്നും ചെയ്യാൻ ടോണിയെ കിട്ടത്തില്ല. ടോണി ചെയ്യുമ്പോ അതിനൊരു മിനിമം റേഞ്ച് എങ്കിലും ഉണ്ടാവും. ഓവർ കോൺഫിഡൻസ് വേണ്ട. ദേ, ഈ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ടഫാണ്. ക്യാമറയായിട്ട് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും. നിന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും ഇത് പറ്റുന്നില്ല. പിന്നെയാ നിന്റെ ഒരു മിനിമം റേഞ്ച് ആണല്ലോ. എന്നാ നോക്കാം. നീ അത്രയ്ക്ക് സ്മാർട്ട് ആണെങ്കിൽ ശരി, എനിക്കതൊന്ന് കാണണം. അപ്പൊ ശരി, ബെറ്റ്. എന്താ ബെറ്റ്? എന്ത് ബെറ്റ്? അന്ന് ആനന്ദിന്റെ നടി കൊണ്ടതേ ഞാൻ ഇന്നും മറന്നിട്ടില്ല. എങ്കിൽ നീ നോക്കിക്കോ, ഞാൻ എടുക്കുന്ന ഫോട്ടോ ആയിരിക്കും അടുത്ത മാഗസിൻ എഡിഷനിലെ കവർ പേജ് ഫോട്ടോ. ഓക്കെ, ഞാനത് ഉറപ്പിച്ചു. ഇനി റീന മാം കൂടി അത് ഉറപ്പിച്ചാൽ മതിയായിരുന്നു. നിന്ന് വാച കഴിക്കാണ്ട് പോയി ഫോട്ടോ എടുക്കാൻ നോക്കടാ. നീ നോക്കിക്കോ, റെഡ് സ്ട്രീറ്റിൽ പോയിട്ടാണെങ്കിൽ സ്ട്രീറ്റിന്റെ ഫോട്ടോ എടുത്തോണ്ട് ടോണി വരത്തുള്ളൂ. അതിന്റെ സ്ട്രീറ്റിൽ കിടക്കേണ്ടി വന്ന നമുക്ക് കാണാം. ആനന്ദ്, നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അദ്ദേഹം. വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. തികഞ്ഞ ഒരു ജീനിയസ്. കാണാൻ കൊതിയാവുക. പിന്നെ ഒരു കാര്യം പറയാം, സംസാരിക്കുമ്പോൾ നല്ല റെസ്പെക്ട് വേണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഓവർ ആക്കല്ലേ. വാ വാ. ഇരിക്കുന്നടാ സ്വാമി. സാർ, സാർ, ഞാനാണ് സാർ റോബി. നീ വന്നോ? ഇതാരാ? ഇതെന്റെ സുഹൃത്താ ആനന്ദ്. പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടു. പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. സാറ് തന്നെ ഒന്ന് സഹായിക്കണം. എന്താ സാറ്? സ്റ്റാറ് പറഞ്ഞു കൊടുക്കും. പുണർദം. ഞാൻ അതല്ല ചോദിച്ചു, എന്താ എന്റെ സാറെന്ന് വിളിച്ചതെന്ന്. എനിക്കതൊന്നും ഇഷ്ടമല്ല. അയ്യോ, ഒരു അബദ്ധം പറ്റിയതാ. അങ്ങ് നമ്മോട് പൊറുക്കണം. ഇതാണോ നിന്റെ സംസാര ഭാഷ? ഇങ്ങനെ രാജപാട്ട് രീതിയിലാണോ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നത്? വെറുതെ അല്ല നീ ഒന്നും രക്ഷപ്പെടാത്തത്. അയ്യോ, അവൻ അങ്ങേ ബഹുമാനിച്ച് വർണ്ണിച്ചതാണ്. അത് പോട്ടെ. ദേ, ഞാനൊരു ജ്യോത്സ്യനല്ല. എനിക്ക് കവടി നിരത്താനോ ഹോമം ചെയ്യാനോ ഒന്നും അറിയില്ല. പിന്നെ ചിലതുള്ളത് ഞാനങ്ങ് പറയും. നിന്നെയൊക്കെ നാളെ സിനിമയിൽ എത്തിക്കാമെന്നോ അങ്ങോട്ട് എത്തിച്ചു തന്നേക്കാമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നീ രക്ഷപ്പെടും. ഇവനെ പോലെ എനർജി, അതിന്റെ വികിരണവും ആകിരണവും അനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നതൊക്കെ. എല്ലാവരുടെയും ജീവിതത്തിൽ കൃത്യമായ ഒരാൾ തീർച്ചയായും വന്നെത്തും. അയാളുടെ ഉപദേശമാവാം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്നത്. ആനന്ദിന് എന്നിൽ വിശ്വാസമുണ്ട് അല്ലേ? പിന്നെ സത്യമായിട്ടും എനിക്ക് ഭയങ്കര വിശ്വാസമായി. എവിടെയാ നിന്റെ നാട്? കോഴിക്കോട്. അല്ല, ഈ കൃത്യമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആള് എപ്പോ വരുന്ന പറയാൻ പറ്റുമോ? എടോ, ഞാൻ തന്നെയാണോ ആ ആള്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ക്ഷമിക്കണം. അങ്ങ് പറഞ്ഞോ, എന്ത് വേണേ പറഞ്ഞോ.